14 തരം കൂട്ടി ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൽപ്പൊടി. അതിൽ ഈ രാമതുളസി ഉണ്ട്, ഇവിടെ കാട്ടിഞ്ചി ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ കന്നിക്കൂർക്ക എന്ന് തുടങ്ങി നിരവധി സാധനങ്ങളാണ് നമ്മൾ ഈ ടേബിളിൽ ഇരിക്കുന്നത്. ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി പൽപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ പല്ലിൽ വരുന്ന കറ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹം ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇവ ഒക്കെ കൂട്ടി ചേർത്ത് ഉണ്ടാക്കുന്ന ആ പൽപ്പൊടി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കും ഈ ബിസിനസിന്റെ ഒരു ഭാഗമാകാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഹരിദാസേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ടേബിൾ നിറച്ച് കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കണം നമുക്ക്. അപ്പൊ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? ഞാനൊരു പൽപ്പൊടി നിർമ്മിക്കുകയുണ്ടായി. ഏകദേശം നമ്മളൊരു 5-6 വർഷങ്ങൾ ആയി നമ്മളിതിനെ കുറിച്ച്. അതായത് നമ്മള് ചോലനായകന്മാര്, നമ്മള് കാടായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആളാണ്. നമുക്ക് എന്റെ വീടും ആ പ്രദേശത്താണ്. അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശവും കാര്യങ്ങളും ആണ് നമുക്ക് ഒരു കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അത് ഇപ്പോഴാണ് അതിനൊരു തുടക്കം കുറിച്ചത്. അതായത് ഈ പൽപ്പൊടി താങ്കള് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കി? അതെ, സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോ ഉണ്ടാക്കി ഞങ്ങൾ അത് ഉപയോഗിച്ചു. ഉപയോഗിക്കുമ്പോ തന്നെ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആണ്. നമ്മളെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പൽപ്പൊടികൾ ഉണ്ട്. അതിന്റെ ഇടയിലേക്ക് ഒരു പുതിയ പൽപ്പൊടി കൂടി വരുമ്പോ ഇതിന് എന്താണ് അവയിൽ നിന്നിട്ടൊക്കെ വ്യത്യാസം ഉള്ളത്? അതിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൽപ്പൊടി എന്ന് പറയുന്നത് ഒരുപാട്, ഞാൻ പൽപ്പൊടി കൊണ്ട് പല്ല് ആളാണ്. ഞാൻ ഒരുപാട് പൽപ്പൊടികൾ ഉപയോഗിച്ച് നോക്കി. ഈ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിൽ മണ്ണിന്റെ അംശം കൂടുതൽ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു പൽപ്പൊടികൾ അതിൽ 1-2 കൂട്ടിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ ഏകദേശം നമുക്ക് കൂട്ടുകൾ കൂടുതൽ, അതായത് നമുക്ക് മോണപഴുപ്പ്, അതേപോലെ ഈ നമുക്ക് പല്ലിന്റെ ഇളക്കം എന്നുള്ള കാര്യങ്ങള്, ഈ പല്ലിൽ വരുന്ന കറ തീർത്തും പോകും. നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ ആ സമയം തന്നെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാകും. 100% ഞാൻ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ കുറെ കൂട്ടുകൾ ഇരിക്കുന്നുണ്ട്. അതെ അതെ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അല്ല, ഇത് 14 ഐറ്റം കൂട്ടുകൊണ്ടാണ് നമ്മൾ ഈ പൽപ്പൊടി നിർമ്മിക്കുന്നത്. 14 ഐറ്റംസ് ഉണ്ട്. 14 ഐറ്റംസ്. അപ്പൊ നമുക്ക് ഈ എന്തൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത് കണ്ടാലോ? പറയാം. ഈ കാണുന്നതാണ് ശരിക്കും ചോലമാവ് എന്ന് പറയുന്നത്. ശരിക്കും ചോലമാങ്ങ, ശരിക്കും യഥാർത്ഥ കണ്ണിമാങ്ങ, ശരിക്കും കാട്ടുമാവാണ്. കാട്ടുമാവിന്റെ ഇലയാണ്. ഈ ഇല നമ്മൾ തണലിൽ എടുത്തിട്ട് ഉണങ്ങി പൊടിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് രണ്ടാമത്തത്. ഇത് രാമതുളസി എന്ന് പറയുന്നതാണ്. നമുക്ക് നീർവീക്കം കാര്യങ്ങള് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഈ കാണുന്നത് നമുക്ക് അപൂർവമായിട്ട് നമുക്ക് ഇവിടങ്ങളിലെ നാട്ടിൽ കിട്ടില്ല. ഇതാണ് കാട്ടിഞ്ചി എന്ന് പറയുന്നത്. നമ്മളെ സാധാ ഇഞ്ചിയായിട്ട് വ്യത്യാസം മാറ്റുണ്ട്. സാധാ ഇഞ്ചിയെക്കാളിലും ഒരു 4 ഇരട്ടി എഫക്ട് കൂടുതലാണ് ഇതിനെന്ന് പറയാം. ഇതാണ് ശരിക്കും നമ്മുടെ ഭാഷകളിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നത്. പനിനീർ കൂർക്ക എന്നുള്ളതാണ് പാലക്കാടൻ ഭാഷകളിൽ ഉള്ളത്. ഇത് പനിനീർ കൂർക്കയാണ് ഈ സാധനം. ഇത് കുട്ടികൾക്കൊക്കെ പനി കാര്യങ്ങളൊക്കെ വരുന്നതിനൊക്കെ ശരിക്കും അമ്മമാര് ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇതാണ് അടുത്ത കൂട്ട്. അതെ. പിന്നെ ഇത് കൃഷ്ണ തുളസി തണ്ടാണ്. കൃഷ്ണ തുളസി കൃഷ്ണ തുളസിയുടെ വേരും തണ്ടും ചേർത്തിട്ട് നമ്മൾ പൊടിക്കുകയാണ്. ഇത് മിഷീനിൽ പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ ഒരു കൂട്ടായിട്ട് വരുന്നത്. ഇതാണ് ഈ തുളസികളുടെ ഏറും വലുത്. ഇതിന് കാട്ടുതൃത്താവ് എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പേര്. ഇത് നല്ല സുഗന്ധമാണ്. ഇത് പനിക്കുള്ള ഒരു മെയിൻ ഔഷധം കൂടിയാണ് ഈ സാധനം. ഇത് ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ഒരു റഫ് കിട്ടുന്നത് ശരിക്കും നമ്മൾ നവരനെല്ലിലാണ്. പിന്നെ ഇതിപ്പോ നമുക്കറിയാവുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഇത് ശരിക്ക് കുരുമുളകാണ്. ഇത് നമുക്ക് ചിറ്റാമൃതാണ്. നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ് ചിറ്റാമൃത്. ഒരുപാട് ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് ചിറ്റാമൃത്. നാഗദന്തി എന്ന് പറഞ്ഞൊരു മരുന്ന് കൂടിയാണിത്. ഇത് നമുക്ക് കാട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. അടുത്തത് താമര വിത്താണ്, താമരയാണ്. പിന്നെ നമുക്ക് ഇത് ചുക്ക് നമ്മൾ പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതേപോലെ തന്നെ ഒരു കൂട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒട്ടനവധി കൂട്ടുകൾ ചേർന്നതാണ് ഇത്. നമുക്ക് ഇതിന്റെ എല്ലാം കൂടി ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു അല്ലേ? അപ്പോ ഇത്രയും കൂട്ടുകൾ ചേർന്നിട്ട്, അതായത് 14 കൂട്ടുകൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തണം എന്ന് വിചാരിച്ചേ? ഇത് കണ്ടെത്തണം എന്ന് പറയാൻ കാരണം, ഒരിക്കലും ഒരു വലിയ കമ്പനിയുടെ ഒരു പേസ്റ്റ് ഏകദേശം ഒരു 2 മാസം മുൻപേ ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. അങ്ങനെ ഞാൻ ആ ബ്രഷ് അവിടെ മാറ്റി വെച്ചിട്ട് വായ കഴുകാതെ ഇയാളോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ സമയം. ഈ അരമണിക്കൂർ സമയം സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വായ കഴുകിയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വായിൽ തൊലി മൊത്തം പോയോ എന്നൊരു സംശയം. അത്രയും ഒരു പരിവരിപ്പ് തോന്നി. അന്നാണ് ഇതിനെ കൂടുതൽ ആശയം നമുക്ക് തോന്നിയത്. ഇതിങ്ങനെ ചെയ്താൽ എന്താണ്? അതെ ചേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു പൽപ്പൊടി ഇത് എവിടുന്നാണ് ഇങ്ങനെ ഒരു കൂട്ടുണ്ടെന്ന് കണ്ടെത്താൻ പറ്റിയത്? അതെ, പറയാം. അതായത് ഞാൻ നിലമ്പൂരാണ് ശരിക്ക് നമ്മളെ സ്വദേശം. ഈ നിലമ്പൂര് നമ്മളെ പുഞ്ചക്കൊല്ലി, ഇച്ചക്കുളം ഇങ്ങനെയുള്ള കോളനികളുണ്ട്, ആദിവാസി ഊരുകളുണ്ട്.
അവിടെയായിട്ട് നമ്മൾ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഒരു 10-20 വർഷം മുൻപ് നമ്മൾ പച്ചമരുന്നുകൾ എടുക്കുകയും സെയിൽ ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ. അപ്പോൾ അതിൽ നിന്ന് അന്ന് ഊരുനായകന്മാർ അതേമാതിരി മൂപ്പന്മാരായിട്ടുള്ള ബന്ധങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവായിരുന്നു. ആ അറിവ് അവർ അന്ന് 10-20 വർഷം മുൻപ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് കളഞ്ഞില്ല, അതവിടെ സൂക്ഷിച്ചു വെച്ചു. പക്ഷെ അതിപ്പോൾ ആ കൂട്ടുകൾ ചേർത്തിട്ടാണ് ഇന്ന് ഈ പൽപ്പൊടി തയ്യാറാക്കിയത്. ആ കൂട്ടുകൾ ഞാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഹരിദാസേട്ടാ, ഈ കൂട്ടുകൾ ചേർത്തുകൊണ്ടാണ് നമ്മളുടെ പൽപ്പൊടി തയ്യാറാണ്. അപ്പൊ ഇനി ഇതിനെ വ്യാവസായികമായിട്ട് നമുക്ക് പുറത്തെത്തിക്കണം. അപ്പൊ അതിന് എന്തൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? അതായത് ഇത് ഏത് കമ്പനികളോ നമുക്ക് നല്ലൊരു പാർട്ട്ണറെയോ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാകാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഇത് കാര്യങ്ങളൊക്കെ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിലോട്ട് പോവാം. ഇതിന്റെ ലാബ് ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതെ, ലാബ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പിന്നെ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം നോക്കി അതിന്റെ രീതിയിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് പോവുക. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര നേരം കൊണ്ട് കണ്ടത് ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ്. ഇതെന്താ സംഭവം? എന്താണ് ഇത്? രാമതുളസിയാണ്. രാമതുളസി ഇതിന്റെ പേര് അതാണ്. അതെ അതെ. സാധാരണ തുളസി എന്തൊക്കെയാണ് വ്യത്യാസം? അതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാ തുളസിയെക്കാളും ഒരു ഇരട്ടിയിൽ കൂടുതൽ അതിന് എഫക്ട് കൂടുതലുള്ളതാണ്, സുഗന്ധം കൂടുതലാണ്. ഇതിന്റെ ഈ സ്മെല്ലാണ് ഇത്ര നേരമായിട്ട് മൂക്കിലടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ അടുത്താണെങ്കിൽ ഈ പനിനീർ കൂർക്ക എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സ്മെല്ലടിക്കുന്നത് ഇതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഈ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നേരിട്ട് വരിക. ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഇടുന്നുണ്ട്. ഇവിടെ നേരിട്ട് വരിക, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഇതിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഈ പൊൽപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെ കണ്ടു. അപ്പോൾ ഹരിദാസേട്ടനെ പോലെ നമുക്ക് മറ്റൊരു വ്യത്യസ്തനായ വ്യക്തിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.